ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നടന്ന പ്രശസ്തമായ ഫെറ്റ ഡി ലാ മ്യൂസിക് എന്ന സംഗീത നിശയ്ക്കിടെ കാണികൾക്ക് നേരെ സിറിഞ്ച് ആക്രമണം. ഈ ഞെട്ടിക്കുന്ന സംഭവത്തിൽ 145 പേർക്കാണ് സിറിഞ്ച് കൊണ്ട് കുത്തേറ്റിരിക്കുന്നത്. സമീപകാലത്ത് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഈ പുതിയ തരം ക്രിമിനൽ പ്രവർത്തനം ഫ്രാൻസിൽ വലിയ ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. പൊതുപരിപാടികളിലെ സുരക്ഷയെക്കുറിച്ച് ഇത് നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ ആഘോഷിക്കപ്പെടുന്നതും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതുമായ ഒരു പരിപാടിയാണ് ഫെറ്റെ ഡി ലാ മ്യൂസിക് എന്ന് പറയുന്നത്. ജൂൺ 21-നാണ് ഈ വാർഷിക സംഗീത പരിപാടി നടക്കുന്നത്. ആഘോഷങ്ങൾക്കിടെ 3 പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. 145 പേർക്ക് സിറിഞ്ച് കുത്തേറ്റതായി പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആക്രമണം നടന്നത് ഉടൻ തന്നെ പലർക്കും ശരീരത്തിൽ സൂചി കയറിയത് മനസ്സിലായിട്ടത് പോലുമില്ല. വളരെ നേരത്തെ സൂചി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലുമായിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സിറിഞ്ചുകളിൽ എന്ത് ദ്രാവകമാണ് നിറച്ചത് എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുക തന്നെയാണ്. പീഡനത്തിന് ഇരയാക്കാൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ആണോ എന്നും സിറിഞ്ചുകളിൽ നിറച്ചിരിക്കുന്നത് എന്ന സംശയം ശക്തിപ്പെടുകയാണ്. അതല്ലെങ്കിൽ മോഷണത്തിനായി ആളുകളെ ബോധരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് പോലീസ് അതിവേഗം അന്വേഷണം ആരംഭിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 12 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിറിഞ്ച് ആക്രമണത്തിന് ഇരയായവരിൽ 15 വയസ്സുള്ള പെൺകുട്ടികളും കൗമാരക്കാരായ മറ്റു പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഭൂരിഭാഗം ഇരകളും സ്ത്രീകളാണ് എന്നതാണ് ഈ ആക്രമണങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നത്. ഫ്രാൻസിൽ ആദ്യമായല്ല ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ഓസ്ട്രേലിയയിലും UK-യിലും അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരം സിറിഞ്ച് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. UK-യിൽ മാത്രം 1000-ൽ ഏറെ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോഷണത്തിനായി ആളുകളെ അവശനാക്കാൻ സൂചി പ്രയോഗം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് ചില കേസുകളിൽ പോലീസിന്റെ അനുമാനം. ചിലപ്പോൾ ഇത് ഒരുതരം വികൃതിയായോ ആളുകളെ പേടിപ്പിക്കാനോ ചെയ്തതായിരിക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രവർത്തികൾ വലിയ ഭീതിയും ആരോഗ്യപരമായ ആശങ്കകളും ഉയർത്തുന്ന ഒന്നായി മാറിയിട്ടുമുണ്ട്. സിറിഞ്ചിൽ നിറച്ച പദാർത്ഥം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കുത്തേറ്റവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നതും ആശങ്കാജനകമായ കാര്യമാണ്. HIV, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതയും ഇത്തരം ആക്രമണങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ കുത്തേറ്റ എല്ലാവർക്കും വൈദ്യസഹായവും പരിശോധനകളും ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. ഫ്രാൻസിന്റെ ടൂറിസം മേഖലയ്ക്ക് ഫെറ്റെ ഡി ലാ മ്യൂസിക് പോലുള്ള ആഘോഷ പരിപാടികൾ വലിയ സംഭാവനകളാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇത്തരം ആഘോഷങ്ങൾക്കിടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കും ടൂറിസം വ്യവസായത്തിനും വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഇത് പരിപാടികളുടെ ഭാവി നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും ഭരണകൂടത്തിനുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അതുപോലെ തന്നെ ആളുകളുടെ ഒത്തുചേരലുകൾ വർദ്ധിപ്പിക്കുന്നതും പുതിയ കുറ്റകൃത്യങ്ങൾക്ക് വഴി തുറക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. സിറിഞ്ച് ആക്രമണം പോലുള്ള ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി അവശേഷിക്കുകയാണ്. ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷാ ജീവനക്കാരെ വിന്യസിപ്പിച്ചും മാത്രം ഇത്തരം പ്രശ്നങ്ങൾ തടയാൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇത്തരം പുതിയ വെല്ലുവിളികളെ നേരിടാൻ പോലീസ് സേനയും സുരക്ഷാ ഏജൻസികളും പുതിയ തന്ത്രങ്ങളും അതുപോലെ തന്നെ പരിശീലനങ്ങളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും സംശയകരമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഈ സംഭവങ്ങളെ തുടർന്ന് പൊതുപരിപാടികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യം ശക്തമായി ഉയരുകയാണ്. ഫ്രഞ്ച് സർക്കാരും പാരീസ് മുനിസിപ്പാലിറ്റിയും സംയുക്തമാക്കിയാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ആൾക്കൂട്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെയും നിരീക്ഷണ സംവിധാനങ്ങളും ഒരുക്കേണ്ടി വരും. ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രധാന ഉത്തരവാദിത്തമാണ്. ഈ സംഭവത്തിലൂടെ പൊതുസുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.